കനത്ത മഴയായിരുന്നു മുംബൈ നഗരം മുഴുവൻ. ആ മഴയ്ക്കിടയിൽ ഇടിമുഴക്കം പോലെയാണ് അവരുടെ ശബ്ദമുയർന്നത്. ദില്ലിയിൽ പ്രക്ഷോഭം നയിക്കുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ദില്ലി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടും 3 ദിവസത്തോളം മുംബൈ നഗരത്തിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. മുംബൈ പോലീസ് ആ വിദ്യാർത്ഥികളെ നേരിട്ടത് ലാത്തി കൊണ്ടായിരുന്നു. 1000-ഓളം വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. ശിവാജി പാർക്കിലും ചെമ്പൂരിലും പോലീസ് നരനായാട്ടിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി പോലീസ് ഭീഷണിപ്പെടുത്തി. സമരത്തിൽ പങ്കെടുത്താൽ ലഹരി കേസിൽ ജയിലിൽ അടയ്ക്കുമെന്ന് വരെ ഭീഷണി. രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് ലഭിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായി. എന്നിട്ടും ആ വിദ്യാർത്ഥികളുടെ കരുത്തിനെ പരാജയപ്പെടുത്താൻ മുംബൈ പോലീസിനായില്ല. ഒടുവിൽ മുംബൈ നഗരത്തിൽ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പോലീസ് വലയങ്ങളെല്ലാം ലംഘിച്ച് നിരോധനാജ്ഞയ്ക്ക് മുകളിൽ വിദ്യാർത്ഥികളുടെ മുഷ്ടി ഉയർന്നു. പോലീസ് ആ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ശിവാജി പാർക്കിൽ നിന്നും കുറച്ചകലെ പോലും എത്താൻ പോലീസ് ബസ്സിന് കഴിഞ്ഞില്ല. ഒറ്റയ്ക്കൊരു പെൺകുട്ടി ആ പോലീസ് ബസ്സിന് മുന്നിൽ വന്നു നിന്നു. തൊപ്പിയും ഹൂഡിയും ധരിച്ച് ഒരു കൈ നടുവിലും മറുകൈ ബസ്സിലും വെച്ച് അവൾ മുംബൈ പോലീസിനെ ഒന്നാകെ വെല്ലുവിളിച്ചു. പോലീസിന്റെ തെറ്റായ നടപടിയെ ചോദ്യം ചെയ്തു. ഒരു നിമിഷം മഴ പോലും അവളുടെ ധീരതയ്ക്ക് മുന്നിൽ മാറി നിന്നു. റിയ അഹിർ, അതാണ് ആ ധീര യുവതിയുടെ പേര്. മുംബൈയിൽ നടിയും മോഡലും സംരംഭകയുമാണ് റിയ. ഇനി മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് കൂടി പറയാം, സാക്ഷി. ആ പേര് അധികം ആരും കേട്ടിരിക്കാനിടയില്ല. ആശുപത്രി രേഖകളിൽ അവളുടെ പേര് അജ്ഞാത എന്നാണ്. CJPയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഡൽഹി ഛത്തർപൂർ എക്സ്റ്റൻഷൻ സ്വദേശിയായ സാക്ഷിയും സഹോദരിയും. ഡൽഹി പോലീസിന്റെ ലാത്തിചാർജിൽ തലക്കടിയേറ്റ് ഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ചികിത്സയിലാണ് സാക്ഷി. തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താതെ ആ വിദ്യാർത്ഥി ജീവനോട് മല്ലിടുകയാണ്. ആശുപത്രി അധികൃതരോ രക്ഷിതാക്കളോ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കുമോ എന്ന ഭയത്താൽ കേന്ദ്രസേനയും പോലീസും ആ ക്രിട്ടിക്കൽ കെയറിനും ആശുപത്രിക്കും കാവലാണ്. മലയാളി നടിയും മോഡലും ആങ്കറുമായ രഞ്ജിനി ഹരിദാസ് ഡൽഹി സമരത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. രഞ്ജിനി ഹരിദാസിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിരാഹാരമിരുന്നും ഉറക്ക മുദ്രാവാക്യം വിളിച്ചും പോലീസിന്റെ ലാത്തിയെ ധീരമായി നേരിട്ടും രാജ്യത്തിന്റെ തെരുവുകൾ പൊരുതുകയാണ് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ വിദ്യാർത്ഥി സമൂഹം. എന്നാൽ പതിവ് പോലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെ രാജ്യദ്രോഹികൾ, തീവ്രവാദികൾ, വിദ്യാഭ്യാസമില്ലാത്തവർ, കള്ളിനും ഭക്ഷണത്തിനും വേണ്ടി സമരത്തിനെത്തിയവർ എന്നിങ്ങനെ ആക്ഷേപിക്കുകയാണ് സംഘപരിവാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രക്ഷോഭകർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും സംഘപരിവാർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ച എല്ലാ അശ്ലീലങ്ങളുടെയും കൂട്ടിച്ചേർത്ത രൂപമായിരുന്നു സംവിധായകൻ മേജർ രവിയുടെ 20 മിനിറ്റ് ഫേസ്ബുക്ക് ലൈവ്. രാത്രികാലങ്ങളിൽ സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് മേജർ രവിയും അശ്ലീല ചുവയോടെ ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതാണ് സംഘപരിവാർ. അവർക്ക് റിയയെയും സാക്ഷിയെയും മനസ്സിലാക്കാനാകില്ല. ഒറ്റയ്ക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളും പൊതുസമൂഹത്തിൽ ഇടപെടുന്ന പെൺകുട്ടികളും അവരുടെ കണ്ണിൽ മോശപ്പെട്ടവരാണ്. എന്നാൽ ലണ്ടനിലും വാഷിംഗ്ടണിലും നെതർലൻഡ്സിലും ടൊറന്റോയിലും ബെർലിനിലും അങ്ങനെ ലോകത്തെമ്പാടും ജനങ്ങളെ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി തെരുവിലിറങ്ങുകയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യത്തെമ്പാടും ജനങ്ങൾ ഐക്യദാർഢ്യം അറിയിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. പ്രക്ഷോഭത്തിലിരിക്കുന്ന കുട്ടികളുടെ വിശപ്പകറ്റാൻ എവിടെ നിന്നെല്ലാമോ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന മനുഷ്യർ, കടുത്ത ചൂടിൽ റോഡിൽ കിടന്നുറങ്ങുന്ന കുട്ടികൾക്ക് വിശറിയുമായി എത്തി സമരത്തിന് കരുത്തും കരുതലുമായി മാറിയ രക്ഷിതാക്കൾ, സമരയോദ്ധാക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി എത്തിയ ഡോക്ടർമാരും ആംബുലൻസും. മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ജയ്പൂർ, പട്ന, ഇൻഡോർ, ഹൈദരാബാദ്, പൂനെ, ഗോവ, ചണ്ഡീഗഡ്, ഭോപ്പാൽ, ലഡാക്ക്, കൊച്ചി, കോഴിക്കോട് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ യുവജനരോക്ഷം ആളിക്കത്തുകയാണ്.
ഇതാണ് ജെൻസി. അവർ ഒരുമിച്ച് തെരുവിൽ കിടന്നുറങ്ങും, അതേ തെരുവിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒത്തൊരുമിച്ച് മുഷ്ടി ചുരുട്ടി ഭരണകൂടമൊരുക്കിയ എല്ലാ വലയങ്ങളെയും ഭേദിച്ച് ഈ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാസിസത്തിന് എതിരെ നെഞ്ചു വിരിച്ചു നിന്ന് സമരം ചെയ്യും.